സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. എന്നെ സൗഖ്യമാക്കും ശമ്മായ യഹോവ, എങ്ങും അവനുണ്ട്. യഹോവ എന്നെ സൗഖ്യമാക്കും ശമ്മായ യഹോവ, എങ്ങും അവനുണ്ട്. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സങ്കീർത്തനം 107:20 അവിടുന്ന് തന്റെ വചനം അയച്ചുകൊണ്ട് വചനത്തിന്റെ ശക്തിയാല് സൗഖ്യം നൽകുക. വചനം അയച്ചുകൊണ്ട് അവരെ വിനാശത്തിൽ വിടുവിക്കുക. കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാല് സൗഖ്യം നൽകുക, അത്ഭുതം പ്രവർത്തിക്കുക. വചനം അയച്ചുകൊണ്ട് അവൻ നിങ്ങളെ വിനാശത്തിൽ നിന്ന് വിടുവിക്കും. നമ്മൾ കേൾക്കുന്നത്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരാകണം. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും, നമ്മുടെ പ്രവൃത്തികൾ എന്തൊക്കെയാ? ജോലിയുണ്ടല്ലേ, ജോലിയുണ്ട് അല്ലെ, എന്തുമാട്ടെ, കൃഷിപ്പണിയോ ബിസിനസ്സോ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തുമാവട്ടെ, ആ പ്രവൃത്തി മുഴുവൻ പരിശുദ്ധമായിരിക്കണം. നിന്റെ പ്രവൃത്തി പരിശുദ്ധമാകണമെങ്കിൽ ആദ്യമേ നീ പരിശുദ്ധനാവണം. നീ വിശുദ്ധിയിലേക്ക് വരണം. നീ വിശുദ്ധിയിലേക്ക് വന്നു കഴിയുമ്പോൾ നിന്റെ പ്രവൃത്തികൾ, നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരിശുദ്ധമായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ വചനം പറയുന്നത്, നിന്നെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നീ നിന്റെ എല്ലാ പ്രവൃത്തികളിലും പരിശുദ്ധനാവണം. തുടർന്ന് അടുത്ത വചനം പറയുന്നു, 16 പറയുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. നമ്മുടെ പ്രവൃത്തികൾ എന്തുമാവട്ടെ, അത് പരിശുദ്ധമാകണമെങ്കിൽ നമ്മൾ ആദ്യം പരിശുദ്ധിയിലേക്ക് വരണം. ഞാൻ ആദ്യമേ ഒന്ന് സൂചിപ്പിച്ചു, സാത്താൻ നോട്ടമിട്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നവരെയും വിശുദ്ധിയുള്ളവരെയാണ്. അത് രണ്ടും നഷ്ടപ്പെടുത്തിയവർ സാത്താൻ്റെ കൂടയ്ക്കകത്ത് കിടക്കുന്ന മീന. അവന് പിന്നെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, കൂടയ്ക്കകത്ത് മീൻ കിടക്കുന്ന അവിടെ കിടന്നുള്ളൂ. വിശുദ്ധിയുമില്ല, പ്രാർത്ഥനയില്ല, അവൻ്റെ കൂടെയാണ്. വിശുദ്ധിയും പ്രാർത്ഥനയും ആരംഭിച്ച് നീ ശക്തിപ്പെടാൻ തുടങ്ങുമ്പോൾ നിന്നെ വലയ വീഴ്ത്താനായിട്ട് പിശാച് സകല തന്ത്രങ്ങളും പയറ്റും, വീഴിക്കും. വീഴാതിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു വ്യക്തി വ്യഭിചാരത്തിൽ ജീവിക്കുന്നു എന്ന് വിചാരിക്കുക, അശുദ്ധിയിൽ ജീവിക്കുന്നു. അശുദ്ധിയിൽ ജീവിക്കുന്ന ഈ വ്യക്തി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ആ വ്യക്തിയുടെ അശുദ്ധി ഉണ്ടായിരിക്കും. അത്രയും വേണ്ടായിരുന്നല്ലേ? അത്രയും വേണം ഇല്ല, പറ്റിയല്ല. അശുദ്ധിയിലും പാപത്തിലും ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ എല്ലാ പ്രവൃത്തികളിലും അശുദ്ധി ഉണ്ടായിരിക്കും. ആ വ്യക്തി എവിടെ തൊട്ടാലും അശുദ്ധമായിരിക്കും. ആ വ്യക്തി ഇടുന്ന ഷർട്ടും പാൻറ്റും, സ്ത്രീയാണ് സ്ത്രീയുടെ ഡ്രസ്സും എല്ലാം അശുദ്ധമായിരിക്കും. ഹല്ലേലൂയ. അശുദ്ധമായിരിക്കാൻ തൊട്ട് സംശയമില്ല. അവരെ തൊട്ടാൽ അശുദ്ധിയാവും. ഇത്രയും വേണ്ടായിരുന്നല്ലേ? എന്നാ കേട്ടോ, വചനം കേട്ടോ. വിശുദ്ധ ബൈബിളില് യൂദാസ്ലിയ എഴുതിയൊരു ലേഖനമുണ്ട്, എടുത്തോളൂ. ഒറ്റ അധ്യായമേ ഉള്ളൂ. അതിൻ്റെ 23-ാമത്തെ വചനം, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ,
മാംസദാഹത്താൽ കളങ്കിതമായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുക. മാംസദാഹത്താൽ കളങ്കിതരായവർ അതാരാ? മാംസദാഹത്താൽ കളങ്കിതരായവരാരാ? വ്യഭിചാരവും സ്വയംഭോഗം മ്ലേച്ഛത ചെയ്തിരിക്കുന്നവരുടെ വസ്ത്രത്തെ പോലും വെറുത്തോടാനാണ് പറയുന്നത്. വസ്ത്രം പോലും അവിടെ അശുദ്ധമാണ്. അങ്ങനെ ജീവിക്കുന്നവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും അശുദ്ധ. അതെ തൊട്ടാൽ അശുദ്ധി പകരും. വിലാപങ്ങളുടെ പുസ്തകത്തില് 1:9 അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു. തൻ്റെ വിനാശത്തെപ്പറ്റി അവൾ ചിന്തിച്ചില്ല. അതുകൊണ്ട് അവളുടെ വീഴ്ച ഭീകരമാണ്. അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. നോക്കുക, ആ വചനത്തിന് തുടക്കം മുതൽ അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു. മതിയോ? അവനാണേൽ അവന്റെ അശുദ്ധി അവന്റെ വസ്ത്രത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നന്ദി. എസെക്കിയേൽ 44:19 എസെക്കിയേൽ 44:19 കാണിച്ചോ. അവർ പുറത്തെ അങ്കണത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ തങ്ങൾ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അഴിച്ച് വിശുദ്ധമായ മുറികളിൽ വെക്കണം. തങ്ങളുടെ വസ്ത്രത്തിൽ നിന്ന് വിശുദ്ധി ജനങ്ങളിലേക്ക് പകരാതിരിക്കേണ്ടതിന് അവർ മറ്റ് വസ്ത്രങ്ങൾ ധരിക്കണം. ഇത് പഴയ നിയമം. കർത്താവിന്റെ പുരോഹിതന്മാര് ദേവാലയത്തിന്റെ ഉള്ളിൽ അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തിട്ട് അങ്കണത്തിലേക്ക് ജനത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ച വസ്ത്രങ്ങളെല്ലാം അഴിച്ച് ഭദ്രമായിട്ട് വിശുദ്ധമായ മുറികളിൽ വെക്കണം. തങ്ങളുടെ വസ്ത്രത്തിൽ നിന്ന് വിശുദ്ധി ജനങ്ങളിലേക്ക് പകരാതിരിക്കേണ്ടതാണിത്. ആമേൻ. കർത്താവിന്റെ പുരോഹിതൻ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഇട്ടിരുന്ന വസ്ത്രത്തിൽ പോലും അഭിഷേകമാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ്, പരിശുദ്ധിയാണ്. ഹല്ലേലൂയ. പിടികിട്ടിയോ? കാര്യം പിടികിട്ടിയോ? വ്യഭിചാരി ഇട്ടിരിക്കുന്ന ഉടുപ്പെ തൊട്ടാൽ അശുദ്ധിയാണ്. വ്യഭിചാരത്തിന്റെ സ്ത്രീയോ അവളുടെ കാര്യം പോക്കാണ് നമ്മളിവിടെ കണ്ടത്. വിനാശത്തിലേക്ക് അവളെ തള്ളിവിടും. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നിട്ടൊരു കാര്യമുണ്ടോ? ഞാൻ ഉള്ളത് പച്ചക്ക് പറയും. ഞാൻ വളരെ ഡോസ് പറയുന്നത് എന്റെ സംസാരത്തിലുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗ്ഗഭോഗം, മൃഗഭോഗം, ബ്ലൂഫിലിം സകല മ്ലേച്ഛതയും നിർത്തിയാൽ നീ രക്ഷപ്പെടും, നിന്റെ കുടുംബം രക്ഷപ്പെടും, നിന്റെ മക്കൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ അതിന്റെ തകർച്ച മുഴുവൻ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ജീവിക്കുന്ന ആരാണെങ്കിലും അതിന്റെ തകർച്ച നേരിടേണ്ടി വരും, ഉറപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് പ്രത്യേകിച്ച് വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ലൈംഗികതയുടെ പാപത്തിൽ നിന്ന് ഓടി അകലുക. ഈ പാപത്തിൽ ആരിനാലും ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളായിക്കൊള്ളട്ടെ, അഭിഷേകത്തിന് ഉയരങ്ങളിൽ ഉള്ളവരാവട്ടെ, ഈ ഒരു പാപത്തിന്റെ മേഖലയിൽ ആര് വീണോ ആ വ്യക്തിയുടെ കാര്യം കട്ടപ്പുകയെന്ന് പറയുകയാണ്, തീർന്നു തന്നെ. പിശാച് സമ്മതം തീർത്തു കൊടുക്കും. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഇന്നിവിടെ നിൽക്കുന്നുവെങ്കിൽ ഇതിന്റെ പിന്നിൽ വില കൊടുത്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വിശുദ്ധിക്ക് വേണ്ടി സഹനത്തിൽ ഒക്കെ വില കൊടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. പറയുന്നത് അതുപോലെ സംഭവിക്കുന്നെങ്കിൽ അതിന് ശരിക്ക് വില കൊടുത്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ആ ചേച്ചി ഇവിടെ എന്ന് പറഞ്ഞില്ലേ, ഭർത്താവിനോട് പറഞ്ഞ് നമുക്ക് നോയമ്പെടുക്കാം, ശരീരത്തിന് നോയമ്പെടുക്കാം. ഇപ്പം 25 നോയമ്പ് കഴിഞ്ഞേ ഉള്ളൂ. 25 ദിവസവും ഞാനും എൻ്റെ ഭാര്യയും നോയമ്പിലായിരുന്നു. 50 നോയമ്പാണോ? 50 ദിവസം നോയമ്പാ. നോയമ്പ് 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 നോയമ്പ്. ഇതാണ് ജീവിതം. തിന്നും കുടിച്ചും ജഡത്തിന് സുഖം അനുഭവിച്ച് കള്ളും കുടിച്ച് തിന്നു മതിച്ച് ഇതൊന്നുമല്ല ക്രിസ്ത്യാനിയുടെ ജീവിതം. അങ്ങനെ ജീവിക്കുന്നവൻ അങ്ങനെ ജീവിച്ച് തിന്നു മരിച്ചുകൊണ്ട് പോകുകയുള്ളൂ. 25 ദിവസം ആ ചേച്ചി പറഞ്ഞു കേട്ടില്ലേ, ഞാൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞാൽ അത് അനുഭൂതി എന്നാ പറയാം. 25 ദിവസത്തെ നോയമ്പ്. ഈ 25 നോയമ്പിന്
നോയമ്പ് തുടങ്ങുന്നതിന് മുന്നേ വൈഫ് എന്നോട് പറഞ്ഞു, 1-2 നിയോഗം, ഇന്ന നിയോഗമുണ്ട്, 25 ദിവസം നോയമ്പാന്ന് അഡ്വാൻസ് ആയിട്ട് എന്നോട് പറഞ്ഞു. ഞാനല്ലേലും നോയമ്പ് തന്നെയാണ്. എന്നോട് പറയുകയാണ്, നിയോഗം പറഞ്ഞു. ആ നിയോഗം ഞാൻ പറയത്തില്ല. എന്നോട് വൈഫ് പറഞ്ഞു, ആ നിയോഗം ഇതാണ്, അത് നടന്നു കിട്ടും എന്ന് പറഞ്ഞു. ഉറപ്പാണ്. നോയമ്പെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ നിയോഗം നടന്നു വിട്ടു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു നിയോഗമാണ്, മക്കളുടെ കാര്യത്തിൽ ഒരു നിയോഗമാണ്. ഉറപ്പാണ്, നടന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. അവിടെ 25 ദിവസത്തെ നോയമ്പ്, അല്ലെ 50 ദിവസത്തെ നോയമ്പ് എന്ന് പറഞ്ഞാൽ ചില വിചാരിക്കുന്നു മുട്ട വേണ്ട, ഇറച്ചി വേണ്ട, പാല് വേണ്ട, നോയമ്പായി. ആര് പറഞ്ഞു ഇതാ നോയമ്പെന്ന്? അകത്തേക്ക് പോകുന്നങ്ങ് പൊക്കോളും. നോയമ്പ് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ വിശുദ്ധിയും ദൈവാത്മാവിന്റെ ആലയമായി ശരീരത്തിന്റെ വിശുദ്ധിക്കാണ് പ്രാധാന്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുമ്പേ ആ ചേച്ചി പറഞ്ഞത് ആ ഒറ്റ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞത്. ഇന്നലെ തന്നെ ദൈവത്തിന്റെ ആത്മാവിനെ ഒരു ചിന്ത വന്നായിരുന്നു വിശുദ്ധിയെ കുറിച്ച് പറയണമെന്ന്. വിശുദ്ധിക്ക് ആര് വില കൊടുക്കുന്നുവോ അവരെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കും. ഹല്ലേലൂയ. മുമ്പേ കണ്ടില്ലേ, അശുദ്ധി നിറഞ്ഞവരുടെ വസ്ത്രങ്ങൾ എന്താ അവസ്ഥ? അതിലൂടെ അശുദ്ധിയാണ് പകരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓരോരുത്തരും വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കണം. നമ്മുടെ കാഴ്ചകൾ വിശുദ്ധമായിരിക്കണം, നമ്മുടെ സംസാരം വിശുദ്ധമായിരിക്കണം, നമ്മുടെ ലൈംഗികത വിശുദ്ധമായിരിക്കണം, നമ്മൾ കേൾക്കുന്നത് വിശുദ്ധമായിരിക്കണം. വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്തു വേണം നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ. അന്ധകരണം ദുഷ്ടാത്മാവിൻ ആലയമാകുമ്പോൾ അങ്ങേ തിരു സഹവാസം മാറി ബന്ധനമായിടും. പാപപ്രേരണ നൽകും സാത്താൻ പീഡനമേൽപ്പിക്കും. പ്രലോഭനത്തിൽ വീണാൽ ഞങ്ങൾ ലൗകികരായിത്തീരും. പാപപ്രേരണ നൽകും സാത്താൻ പീഡനമേൽപ്പിക്കും. പ്രലോഭനത്തിൽ വീണാൽ ഞങ്ങൾ ലൗകികരായിത്തീരും.